നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിവൈനോട് ചോദിക്കാൻ പോവുകയാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്ക്. പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നതായിരിക്കും. യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക, പീസ്ഫുള്ളായിട്ടിരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. ചാനൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു എനർജിയും കൂടെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണെ മനസ്സുകൊണ്ട് ആലോചിക്കുക, എന്താണിപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ. 9 ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജിയാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ, ക്ലാരിറ്റി ഇല്ല, മുന്നോട്ട് സമാധാനം ഇല്ല, ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ എന്നൊക്കെ പറയുന്നത് പോലെ സോഴ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇത് എയർ എലമെൻ്റാണ്. അപ്പം സമാധാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണിപ്പോൾ അവർ ഇരിക്കുന്നത് എന്നുള്ളതാണ്. മൈനർ അർഖാന കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ മിസ്റ്റേക്കാണ്, അവരുടെ ഭാഗത്തു നിന്നുള്ള ചില മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം, അധികം ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, അല്ലെ ഓവർ തിങ്കിങ് ആയിരിക്കാം, അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കാം. അടുത്തത് ഞാൻ നിങ്ങളുടെ ഒരു എനർജി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളെ പേഴ്സണെ ആലോചിച്ച് നിങ്ങളിപ്പം ഒരുപാടങ്ങ് ദുഃഖമൊന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. വരുന്നിടത്ത് വെച്ച് മുന്നോട്ട് പോകാം. കാരണം നിങ്ങൾ വളരെ പക്വതയോടുകൂടി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്തുചാട്ടമില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളത് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നില്ല. ഒരു കൺട്രോളിൽ നിങ്ങളങ്ങ് പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് വൈകാരികമായിട്ട് അവരോട് ഉയർന്ന തലത്തിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ പുറത്ത് കാട്ടുന്നില്ല. ഒരു കൺട്രോളിൽ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ പക്വതയായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് അനുഭവിച്ച് പാഠം പഠിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധമുണ്ട്, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്, പലരുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ എഫേർട്ട് ഇട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു രീതിയിലാണ്. വളരെ പക്വതയോടുകൂടിയാണ് നിങ്ങളിപ്പോൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു സിറ്റുവേഷനകത്ത് പുറമേ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് 9 ഓഫ് സോഴ്സിൻ്റെ എനർജി ആണെങ്കിൽ ഇതിപ്പോൾ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. എന്നുവെച്ചാൽ എന്താ ചെയ്യേണ്ടത്, പല പല കാര്യങ്ങൾ മുന്നിൽ ഇങ്ങനെ മിന്നിമായാണ്. ഇപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. പക്ഷേ ഒരു ക്ലാരിറ്റിയും ഇല്ല, ഒരു എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ അവരിയ്ക്കുകയാണ്. എന്നുവെച്ചാൽ ഓവർ തിങ്കിങ് ആയിരിക്കാം, പല പല കാര്യങ്ങൾ അവരിലോട്ട് വരുന്നുണ്ട്. ഏത് ചൂസ് ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം ഒന്നും അറിയാൻ വയ്യ എന്നുള്ളതാണ്. എന്നാൽ ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വയം വേദനിക്കുകയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഹൈഡ് ചെയ്യുകയാണ്, ഒന്നും അങ്ങോട്ട് തുറന്ന് പറയുന്നില്ല. മനസ്സിലുള്ള കാര്യം അങ്ങോട്ട് ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഇവരുടെ എന്നുള്ളതാണ്. മേ ബി ഇവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതിൻ്റെ കാര്യത്തിനകത്തൊരു വ്യക്തതയില്ല, ഹൈഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. അതെ,
ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പം ഒരുപാട് വേദനാജനകമാണ്. ഫ്യൂച്ചറിനകത്ത് ഒരുപാട് പെയിൻ, മേ ബി ഇവരായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിരുന്നത് കൊണ്ട് ഇവർക്ക് തന്നെ ഒരു കാർമിക് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എല്ലായിടത്തു നിന്നും കൂടെ ഉള്ളൊരു സ്ട്രെസ്സ് താങ്ങാനാവാതെ സ്വയം തിരിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ്. എന്നാൽ ഇവരുടെ ലൈഫിൽ ഒരു പരിവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർമിക് സിറ്റുവേഷൻ. ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചാലല്ലേ ചിലവർക്ക് ചില അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴല്ലേ ചിലവർക്ക് തിരിച്ചറിവുണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പക്ഷെ ഒന്നും ആരോടും പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാം മനസ്സിൽ ഒതുക്കി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണിക്കുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസ് തടസ്സമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക സ്ഥിരതയില്ലാത്ത സിറ്റുവേഷനായിട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് 9 ഓഫ് പെൻറ്റിക്കിൾസ് നേരെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സാഹചര്യമായിരിക്കുമെങ്കിൽ ഇതിപ്പം മോശമായിട്ട് മൊത്തത്തിൽ തിരിഞ്ഞിരിക്കുകയാണ് ഇവർക്ക്. അതാണ് മൊത്തം ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. മൊത്തം അടിപതറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് ഉറക്കവും ഇല്ല, സമാധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധം ഇവർക്കുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് എന്താണ് ഏതാണ് എന്നുള്ളത്, ഇപ്പോൾ മേ ബി 2 വെള്ളത്തിൽ കാല് ചവിട്ടി വെച്ച് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അതായിരിക്കാം സമാധാനം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വെള്ളത്തിൽ കൂടെ തുഴഞ്ഞിട്ട് തന്നെ എങ്ങും എത്താത്ത സാഹചര്യമാണ്. അപ്പോൾ 2 വെള്ളത്തിലും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇവരോടുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്, സാഹചര്യം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ഡിവൈനോട് ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഇവരുടെ മനസ്സിൽ തേർഡ് പാർട്ടി സിറ്റുവേഷന് ഇവരോടുള്ള ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്? അതെ, തേർഡ് പാർട്ടി സ്വയം കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഇടയിൽപ്പെട്ട് സ്വയം കുടുങ്ങി നിൽക്കുകയാണ്. മേ ബി ഇവർ കാരണം കൊണ്ട് അവർ കുടുങ്ങി നിൽക്കുകയാണ്. അവർ ഒരു ബൗണ്ടറി തീർത്ത് അതിനകത്ത് നിൽക്കുകയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ സ്വയം കണ്ണ് കെട്ടിയ ഒരു സാഹചര്യം, വ്യക്തതയില്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവരുടെ കൂടെ നിന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തൊരു ഗൈഡൻസും കൂടെ ഉണ്ട്. ഇവരൊരു സ്ട്രോങ് ആയിട്ട്, തേർഡ് പാർട്ടി ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്ത് അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. അവരിതിനകത്ത് തന്നെ ഒരു കർമ്മ ബന്ധത്തിൽ പെട്ട് കിടക്കുന്നത് പോലെ ഇതിനകത്ത് നിന്ന് എന്തോ വലുത് കിട്ടാനിരിക്കുന്നു, അത് മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവരിതിനകത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ചില സാഹചര്യം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തമാശയല്ല, ഒരു കാർമിക് സിറ്റുവേഷനാണ്. ചിലവർക്ക് ചില ബന്ധങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കാനിരിക്കുന്നു. അതും മേടിച്ചുകൊണ്ടേ അവരവിടുന്ന് പോകത്തുള്ളൂ. അത് നമ്മളിനി എന്തെല്ലാം പിടിച്ചു വലിച്ചാലും വഴക്കുണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായാലും അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനില്ലേ, അല്ലെ ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ 2 കൂട്ടരും മേടിച്ച് എല്ലാ ഒരു പരിവർത്തനത്തിൽ കൂടി കടന്നു പോയിട്ടേ ഇവർ തിരിച്ചിറങ്ങത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇവർ മാനസികമായിട്ടും എല്ലാം ബ്ലോക്കായിട്ട് സ്ട്രെസ്സായിട്ടും സ്ട്രക്കായിട്ടും നിൽക്കുകയാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്? ഇത് ചാരിയറ്റാണ്. ദൃഢതയോട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇത് വിട്ടുകളയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഇവർക്കിത് ഇതിനകത്തോട്ട് എഫേർട്ട് ഇടാനായിട്ട് ഇവർക്ക് താല്പര്യമില്ലായിരിക്കാം. മേ ബി ഇതിനകത്ത് മറ്റൊരു റിലേഷൻഷിപ്പ് കൂടി ഇതിനകത്തുണ്ട്. കാരണം നിങ്ങളെന്ന വ്യക്തി ഇതിനകത്ത് പക്വതയോടുകൂടി കാര്യങ്ങൾ കണ്ടിരിക്കുന്നു. എനിക്കിത് മനസ്സിലാവുന്നത് നിങ്ങളിതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എനിക്കിനി ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തു തന്നില്ലേ, നിങ്ങൾ ഇനി എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്, എനിക്കിതിനകത്ത് ഇനി കണ്ണീര് കുടിക്കാൻ സമയമില്ല എന്നുള്ള രീതിയിൽ വളരെ പക്വതയോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതും അവരെ അലട്ടുന്നുണ്ട്. ഇതിൻ്റെ പിറകെ നിന്ന വ്യക്തി ഇപ്പോൾ ഇതിനകത്തോട്ട് മൈൻഡ് ചെയ്യുന്നില്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതും അവർക്കൊരു സ്ട്രെസ്സ് തന്നെയാണ്. പക്ഷേ തേർഡ് പാർട്ടിയുടെ സാഹചര്യത്തിലും ദൃഢതയോടെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതും ഇതും എല്ലാം ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിൽ ഒരു രഥത്തിൽ 2 മൃഗങ്ങളിരുന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു തേരാളിയുടെ ചിത്രമാണ് ചാരിയറ്റിനകത്ത് കാണുന്നത്. അത് മേജർ അർക്കാന കാർഡ്. ഓക്കെ, അപ്പോൾ
അപ്പോൾ എല്ലാം ഒരേപോലെ കൊണ്ടുപോകണമെന്നും നിലനിർത്തണമെന്നും ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് എത്താത്ത ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ്, അതെ, അപ്രതീക്ഷിതമായിട്ടുള്ള ടവർ സിറ്റുവേഷനാണ്, തിരിച്ചടിയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഒരു എന്താ പറയുക, തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു കർമ്മ തന്നെ ആയിരിക്കാം. ചിലപ്പം തെറ്റ് ചെയ്യുന്നവർക്കേ അതിനുള്ള ശിക്ഷ കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഇങ്ങനൊരു തകർച്ചയോ, അല്ലെങ്കിൽ ഇതൊരു തകർച്ചയല്ല, ഈ ടവർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തകർച്ചയല്ല, ജീവിതത്തിലൊരു പാഠമാണ്, എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. ആ തകർച്ചയിൽ നിന്നാണ് നമ്മൾ സ്കൂളിലും കോളേജിലും പോയി പഠിക്കുന്ന പാഠമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇതിനകത്ത് സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് തന്നെ ഇവർ സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ്. അവർ ഇതിനകത്ത് എന്താ സ്തംഭനാവസ്ഥ, പല ആംഗിളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെ ശരിയാക്കിയെടുക്കാം, അല്ലെ ഇത് ഏത് രീതിക്ക് കൊണ്ടുവരാം, പല രീതികളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും പുറമേ കാട്ടുന്നില്ല. അതാണ് ക്യൂൻ ഓഫ് കപ്പ് പറയുന്നത്. പുറമേ നല്ല രീതിയിൽ നടക്കുന്നെങ്കിലും ഉള്ളുകൊണ്ട് ഈ ഒരു സ്തംഭനാവസ്ഥയിലാണ്. ഇവരുടെ ഉള്ളിൽ എന്താണെന്ന്, ഇവർ ക്ലീൻ ഇമേജാണ് മറ്റുള്ളവരുടെ മുമ്പിൽ, കേട്ടോ. അതാണ് ക്യൂൻ ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ക്ലീൻ ഇമേജാണ്. എന്നാൽ കൂടെ താമസിക്കുന്നവർക്കല്ലേ, കൂടെ ഉള്ളവർക്കല്ലേ, സ്വന്തം പങ്കാളിക്കേ അറിയത്തുള്ളൂ ഇവരുടെ തനി സ്വരൂപം എന്താണെന്നുള്ളത്. ഇവരൊന്നും പുറത്ത് പറയത്തില്ല. എല്ലാം ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ട് നടക്കും. ഒന്നും നമ്മൾക്ക് കുത്തി ചോദിച്ചാൽ പോലും ഒന്നും പറയത്തില്ല. ഭയങ്കര ടഫാണ് ഇവരുടെ മനസ്സ്. എന്നാൽ പുറമേ വളരെ കൂളായിരിക്കാം, വളരെ കാമായിരിക്കാം, അങ്ങനെ. പക്ഷേ ഇപ്പം മൊത്തത്തിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. തേർഡ് പാർട്ടിയും ഇതിനകത്ത് കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് പുറത്ത് കടക്കണമെന്നുമുണ്ട്, പക്ഷേ അവർ ഇതിനകത്ത് സ്ട്രക്കായിട്ട് നിൽക്കുകയാണ്. അത് ഇവരുടെ കാർമിക് സിറ്റുവേഷനാണ്. ഇതിനകത്തുനിന്ന് ഇപ്പം പുറത്ത് കടന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഇവർ ഇതിനകത്ത് തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് മറ്റെന്തോ ഇവർക്ക് കിട്ടാനുണ്ട്. അതും മേടിച്ചുകൊണ്ടേ അവർ ഇതിനകത്തുനിന്ന് പോകത്തുള്ളൂ എന്നുള്ളതാണ്. കിങ് ഓഫ് വാണ്ട്, അതെ, ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഇവർ. ഈഗോയുടെ അറ്റമാണ് ഇവർ. എന്നാൽ അട്രാക്ഷൻ, ജീവിതത്തിൽ വിജയിക്കണം, ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തിരിഞ്ഞിരിക്കുകയാണ്, വിട്ടുകൊടുക്കത്തില്ല. ഒരു തരത്തിൽ ഇവർ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു രീതിയിലാണ്. വാണ്ടിൻ്റെ എപ്പോഴും ഫയറാണ് മനസ്സിനകത്ത്. ഒരു ആരുടെയും മേ ബി ഇവരുടെ ഒരു ക്യാരക്ടർ ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം പ്രയത്നം, ഇവരാരെയും ഡിപ്പെൻഡ് ജീവിച്ചവരല്ല. ഇവർ സ്വയപ്രയത്നം കൊണ്ട് മുന്നേറിയവരാണ്. അതിൻ്റെ ഒരു അഹങ്കാരവും അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും കൂസാത്തല്ല, ആരുടെയും മുമ്പിൽ ഞാൻ താന്നു കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നുള്ളൊരു രീതിയിലിരിക്കുന്ന ഇത്രയും പ്രശ്നത്തിൽ കൂടി കടന്നു പോയിട്ടും താന്നു തരാനുള്ളൊരു മനസ്സ് അവർക്കില്ല. മേ ബി ഈ തേർഡ് പാർട്ടിയുടെ അടുത്തും ഇതൊക്കെ തന്നെ ആയിരിക്കാം ഇവർ കാണിക്കുന്നത്. അതായിരിക്കാം ഇവർ ഇതിനകത്ത് സ്വയം സ്ട്രക്കായിട്ട് നിൽക്കുന്നത്. തീവ്രമായിട്ട് ഇവർ ആകർഷിക്കും, ഇവർക്ക് ഇഷ്ടവും ഉണ്ട്. എന്നാൽ ഇവർ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, ടോക്സിക് ആയിട്ടുള്ള ആളാണ് ഇവർ. സ്നേഹമാണെങ്കിൽ സ്നേഹമാണ്, തിരിച്ചാണെങ്കിൽ നമ്മളെ കൊല്ലുന്ന കണക്കുള്ളൊരു വേദനയാണ് ഇവർ നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. ഇവരുടെ കൂടെ അത്ര പെട്ടെന്ന് ആർക്കും അങ്ങോട്ട് മിങ്കിൾ ചെയ്ത് പോവാനായിട്ട് കഴിയാത്ത ഒരു പ്രകൃതക്കാരാണ്. പക്ഷേ ഇവർ ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട്. നിങ്ങളുമായിട്ടുള്ള കിങ് ഓഫ് കപ്പിൻ്റെയും 9 ഓഫ് സോഴ്സിൻ്റെ എനർജി, നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനകത്ത് ഇതിനകത്തൊരു ആക്ഷൻ എടുത്ത് ഇവർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനം ഇവർ ഇതിനകത്തൊരു ആക്ഷൻ എടുക്കും. ഒരു മെൻ്റൽ എനർജി ഇവർക്ക് വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചിലപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജോ ഒരു കോൺടാക്റ്റോ, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വരാനോ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ബോട്ടമായിട്ട് തന്നെ ഫുൾ കാർഡാണ് വരുന്നത്. റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. സ്വന്തം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മറികടക്കാൻ ഒരുപാട് പൊരുതുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും അറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ. പുറമേ നല്ല രീതിയിൽ നടക്കുന്നെങ്കിലും ഉള്ളുകൊണ്ടും അല്ലെ ആഴത്തിൽ ചിന്തിക്കുവാണെങ്കിൽ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഒന്നും നോക്കാതെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എല്ലാം നേരെയാക്കി കൊണ്ടുവരാനായിട്ട്. പക്ഷേ വ്യക്തത കിട്ടുന്നില്ല. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാൻ വയ്യ, കണ്ണ് കെട്ടിയ ഒരു സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. ഒരു തീരുമാനത്തിലെത്താനായിട്ട്
ചെയ്യാനായിട്ട് ഇനിയും സാധിക്കുന്നില്ല. അപ്പം തീരുമാനത്തിലെത്തിക്കും യൂണിവേഴ്സ്. അതിനുള്ള ഒരു സാഹചര്യമാണ് മുന്നിൽ ഒരുക്കിയിട്ട് കൊടുത്തേക്കുന്നത്, ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഫുൾ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏജ് ഉള്ളവരായിരിക്കാം, ഏജ് ഇല്ലാത്തവരായിരിക്കാം, എന്നാലും എടുത്തുചാട്ടം കൂടുതലാണ്. മുന്നും പിന്നും നോക്കാതെ മുന്നിലോട്ടെടുത്തങ്ങ് ചാടും. അതിൻ്റെ വരും വരായികകളൊന്നും ചിന്തിക്കത്തേയുമില്ല. പക്വതയില്ലാത്തൊരു, ഇനിയിപ്പോൾ ഏജ് ഉള്ളവരാണെങ്കിലും അങ്ങനെയാണല്ലോ ചിലവർ, പക്വതയില്ലാത്ത സാഹചര്യമാണല്ലോ കാണിക്കുന്നതെന്ന് വെച്ചാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ എല്ലാം കാണുമ്പം നമുക്ക് നല്ലതാണെന്ന് തോന്നും, എന്നാൽ അതിനകത്തോട്ട് എടുത്തങ്ങ് ചാടുകയാണ് ചെയ്യുന്നത്. പക്ഷേ തിരിച്ച് കയറാനായിട്ടാണ് ഇപ്പോൾ ഈ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കവും ഇല്ല, സമാധാനം ഇല്ല, നഷ്ടവും തീരാനഷ്ടവുമായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്, തിരിച്ചടിയും കിട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ചില പാഠങ്ങൾ ഇവർ ഉൾക്കൊള്ളണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നാൽ മാത്രമേ ഇവർക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഒരു ഗൈഡൻസാണ്. അങ്ങനെ ചിലവരുടെ ഒരു എനർജിയാണ് എനിക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. 12 എന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനായിട്ട് യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, നെഗറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെ കറക്റ്റാണ്, നിങ്ങൾ എടുത്ത നിലപാട് വളരെ സ്ട്രോങ് ആയിട്ടാണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മളൊരു കാര്യത്തെ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുവാണെങ്കിൽ അത് നമ്മളിലോട്ട് വരാനായിട്ട് വൈകും. ഓക്കെ, നമ്മളത് ലെറ്റ് ഗോ ചെയ്യുക. മനസ്സിനകത്ത് നമ്മുടെ മനസ്സിലൊരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം അത് നമ്മളിലോട്ട് വരും എന്നുള്ള രീതിയിൽ പിന്നെ അതിനകത്തൊരു സംശയം നിങ്ങൾ മനസ്സിൽ വെക്കരുത്. അത് ലെറ്റ് ഗോ ചെയ്യുക. അത് നിങ്ങളെ പുറകെ തന്നെ വരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്കിതാണ് കിട്ടുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക. താങ്ക് യു.